നമുക്കൊരു 10 മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം അതിൽ ശരിയായ പദം ഏത് എന്നാണ്, ശരിയായ രൂപം ഏത്? ജീവച്ഛവം എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജീവച്ഛവം, ജീവച്ഛവം എന്നാണ് എഴുതുക. ജീവച്ഛവം എങ്ങനെയാണ്? ജീവച്ഛവം, ജീവച്ഛവമാണ് ശരിയായിട്ടുള്ള ആൻസർ. അതുകൂടാതെ അടുത്ത കുറച്ചുകൂടെ നോക്കാം. അനുരഞ്ജനം, അനുരഞ്ജനം എങ്ങനെയാണ് എഴുതുക? അനുരഞ്ജനം, അനുരഞ്ജനം. അതേപോലെ ജീവത് ഭാഷ, ജീവത് ഭാഷ. അധമം, ഇതെല്ലാം എഴുതി പഠിക്കണം കേട്ടോ. എന്താണ്? ജീവത് ഭാഷ, ജീവത് ഭാഷ. അധമം, അധമം എന്ന് ഇങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ, അല്ലെങ്കിൽ. അപ്പോൾ ഏതൊക്കെയാണ് ജീവച്ഛവം എന്ന് എങ്ങനെ എഴുതുക? ജീവച്ഛവം, അനുരഞ്ജനം, ജീവത് ഭാഷ, അധമം, അല്ലെങ്കിൽ. ഓക്കെ. ഇനി സഹിതത്തിൻ്റെ വിപരീത പദം എന്താണ്? സഹിതം, സഹിതം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. സഹിതത്തിൻ്റെ വിപരീത പദം എന്താണ്? സഹിതം രഹിതം. എന്താണ്? സഹിതം രഹിതം. അതേപോലെ അർഘം, അർഘം എന്താണ്? അനർഘം, അർഘം അനർഘം, അർഘം അനർഘം. വൈമുഖ്യം, വൈമുഖ്യം, വൈമുഖ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആഭിമുഖ്യം, വൈമുഖ്യം ആഭിമുഖ്യം. ആകുലം, ആകുലത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അനാകുലം, ആകുലം അനാകുലം. അപ്പം സഹിതം രഹിതം, അർഘം, അർഘം അനർഘം. സഹിതം രഹിതം, അർഘം അനർഘം. വൈമുഖ്യം ആഭിമുഖ്യം, വൈമുഖ്യം ആഭിമുഖ്യം. ആകുലം അനാകുലം, ആകുലം അനാകുലം. വൈമുഖ്യം ആഭിമുഖ്യം, അർഘം അനർഘം, സഹിതം രഹിതം. ഇനി പറയുന്ന ആൾ, പറയുന്ന ആൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പറയുന്ന ആൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? വക്താവ്, വക്താവ്. പറയുന്ന ആൾ, പറയുന്ന ആൾ, പറയുന്ന ആളിൻ്റെ ഒറ്റപ്പദമാണ് വക്താവ്. അതേപോലെ ആഗമനം, ആഗമനത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിർഗമനം. ആഗമനം എന്താണ്? നിർഗമനം. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്പോസിറ്റുകൾ നമുക്ക് നോക്കാം. അർഘം അനർഘം, വൈമുഖ്യം ആഭിമുഖ്യം, ആകുലം അനാകുലം. ആകുലത്തിൻ്റെ ഓപ്പോസിറ്റ് അനാകുലം, ആഗമനം നിർഗമനം. പറയുന്ന ആളിൻ്റെ ഒറ്റപ്പദമാണ് വക്താവ്. പറയുന്ന ആളെന്താണ്? ഒറ്റപ്പദം വക്താവാണ്. സഹിതം രഹിതമാണ്, സഹിതം രഹിതം. പറയുന്ന ആളുടെ ഒറ്റപ്പദം വക്താവ്. സ്ട്രൈക്ക് ബ്രേക്കർ സമാനമായ മലയാള ശൈലി. സ്ട്രൈക്ക് ബ്രേക്കർ, അതിൻ്റെ മലയാള ശൈലി എന്താണ്? കരിങ്കാലി എന്നാണ്. എന്താണ്? കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ, സ്ട്രൈക്ക് ബ്രേക്കർ അതിന് സമാനമായിട്ടുള്ള മലയാള ശൈലി എന്താണ്? കരിങ്കാലി. ജലത്തിൻ്റെ പര്യായപദം ഏതാണ്? ജലത്തിൻ്റെ പര്യായപദം ഏതാണ്? എന്താണ്? അപ്പ്, അപ്പ് എന്ന് പറയും ജലത്തിന്. ജലത്തിൻ്റെ പര്യായപദം ഏതാണ്? അപ്പ്. ജലത്തിന് വാരി, സലിലം, വെള്ളം, തോയം, അമ്പു, അതേപോലെ അപ്പെന്നും പറയും. എന്തൊക്കെയാണ് ജലത്തിൻ്റെ പര്യായങ്ങൾ? വാരി, സലിലം, വെള്ളം, തോയം, അമ്പു, അപ്പ് എന്നൊക്കെ പറയും. ശരീരത്തിന് ഗാത്രം, കളേബരം, ദേഹം, വിഗ്രഹം, ക്ഷേത്രം, തനു, കായം, മെയ്. ഗാത്രം, കളേബരം, ദേഹം, വിഗ്രഹം, ക്ഷേത്രം, തനു, കായം, മെയ്. ഇതൊക്കെ എന്താണ്? ശരീരത്തിൻ്റെ പര്യായങ്ങളാണ്. തലമുടിക്ക് വേണി, ചിക്കുരം, കേശം, ഗജം, കുഴൽ, കുന്തളം, ശിരോരുഹം.
തലമുടിക്ക് എന്തൊക്കെയാണ് പറയുക? വേണി, ചിഗുരം, കേശം, കജം, കുഴൽ, കുന്തളം, ശിരോരുഹം. ഏതൊക്കെയാണ്? വേണി, ചിഗുരം, കേശം, കജം, കുഴൽ, കുന്തളം, ശിരോരുഹം. ശരീരത്തിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ഗാത്രം, കളേബരം, ദേഹം, വിഗ്രഹം, ക്ഷേത്രം, തനു, കായം, മെയ്. ജലം എന്താണ്? വാരി, സലിലം, വെള്ളം, തോയം, അമ്പു, അപ്പ്. അപ്പെന്നും പറയും. ഇനി സ്ട്രൈക്ക് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കാലി. സ്ട്രൈക്ക് ബ്രേക്കർ കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്താണ്? ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാലും കരിങ്കാലിയാണ്. ഗാർഡിയൻ നോട്ട് ഊരാക്കൊടുക്ക്. ഗോർഡിയൻ നോട്ട് എന്ന് പറയുന്നത് ഊരാക്കൊടുക്ക്. ഹെർക്കുലിയൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക് എന്താണ്? ഭഗീരഥ പ്രയത്നം. സെക്യുലറിസം മതനിരപേക്ഷത. സെക്യുലറിസം എന്താണ്? മതനിരപേക്ഷതയാണ് സെക്യുലറിസം. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ഭഗീരഥ പ്രയത്നം. ഗോർഡിയൻ നോട്ട് ഊരാക്കൊടുക്ക്. ബ്ലാക്ക് ലെഗ് കരിങ്കാലി. കണ്ടു അതിനെ പിരിച്ചെഴുതണം. കണ്ടുവിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക? കൺ പ്ലസ് തൂ ആണ് കണ്ടു. കൺ പ്ലസ് തൂ എന്താണ്? കണ്ടു. യഥോചിതത്തിനെ പിരിച്ചെഴുതുമ്പോൾ യഥാ പ്ലസ് ഉചിതമാണ് യഥോചിതം. യഥോചിതത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? യഥാ പ്ലസ് ഉചിതമാണ് യഥോചിതം. പ്രത്യാഘാതത്തിനെയോ? പ്രതി പ്ലസ് ആഘാതമാണ് പ്രത്യാഘാതം. പ്രതി പ്ലസ് ആഘാതമാണ് പ്രത്യാഘാതം. ഈ പ്രത്യാഘാതത്തെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രതി പ്ലസ് ആഘാതം. പ്രതി പ്ലസ് ആഘാതമാണ് പ്രത്യാഘാതം. വിദ്യുത് ശക്തി, അതിനെ നമുക്ക് വിദ്യുത് പ്ലസ് ശക്തി എന്ന് വേണം എഴുതാൻ. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി. അപ്പോൾ വിദ്യുത് പ്ലസ് ശക്തി. നിങ്ങൾ, നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. എന്താണ്? നിൻ പ്ലസ് കള്ള്. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. വിദ്യുത് ശക്തി എങ്ങനെ നമുക്ക് എഴുതാം? വിദ്യുത് പ്ലസ് ശക്തി. പ്രത്യാഘാതം പ്രതി പ്ലസ് ആഘാതമാണ് പ്രത്യാഘാതം. പ്രതി പ്ലസ് ആഘാതം. പ്രതി പ്ലസ് ആഘാതം. പ്രതി പ്ലസ് ആഘാതമാണ് പ്രത്യാഘാതം. യഥോചിതം യഥാ പ്ലസ് ഉചിതം. പ്രത്യാഘാതം എന്താണ്? പ്രതി പ്ലസ് ആഘാതം. 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? കണ്ണിൽ മണ്ണിടുക. നക്ഷത്രം എണ്ണിക്കുന്നതിന് ഏതാണ്? നക്ഷത്രം എണ്ണിക്കുകയാണ്. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് നക്ഷത്രം എണ്ണിക്കുക. എന്താണ്? നക്ഷത്രം എണ്ണിക്കുക. കഴുത്തിൽ കയറെടുക്കുക എന്ന് പറയുമ്പോൾ അബദ്ധത്തിൽ അകപ്പെടുന്നതിനെയാണ് കഴുത്തിൽ കയറെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിൽ അകപ്പെടുക. അബദ്ധത്തിൽ അകപ്പെടുക. ഊഴിയം നടത്തുക എന്ന് പറയുമ്പോൾ കൃത്യബോധമില്ലാതെ എന്തെങ്കിലും ചെയ്യുക. കൃത്യബോധമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിനെയാണ് ഊഴിയം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കഴുത്തിൽ കയറെടുക്കുക എന്ന് പറയുമ്പോൾ അബദ്ധത്തിൽ അകപ്പെടുന്നതിനെയാണ് കഴുത്തിൽ കയറെടുക്കുക എന്ന് പറയുന്നത്. ഊഴിയം നടത്തുക എന്ന് പറയുമ്പോൾ കൃത്യബോധമില്ലാതെ എന്തെങ്കിലും ചെയ്യുക. അതാണ് ഊഴിയം നടത്തുക. ആ പ്ലസ് കാലം ചേർത്ത് എഴുതുമ്പോൾ എന്താണ് വരിക? അക്കാലമാണ് വരിക. അക്കാലം. ആ പ്ലസ് കാലം അക്കാലം. ആ പ്ലസ് കാലം ചേർത്ത് എഴുതുമ്പോൾ എന്താണ് വരിക? അക്കാലം. ഇതിൽ തെറ്റായ വാക്യം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം അതും ക്യാൻസൽ ചെയ്തു. ഇനി ദേശീയ പക്ഷി മയിലിനെ അവർ ഭാരതത്തിൻ്റെതാക്കി. അത് തെറ്റാണ്. അവർ മയിലിനെ ഭാരതത്തിൻ്റെ ദേശീയ പക്ഷിയാക്കി. അത് അങ്ങനെയാണ് ശരിയായിട്ടുള്ളത്. പാഠപദ്ധതി ആധുനികരിക്കേണ്ടതാണ്. ആധുനികവൽക്കരിക്കേണ്ടതല്ല, ആധുനികരിക്കേണ്ടതാണെന്നാണ് പറയുക. പാഠപദ്ധതി ആധുനികവൽക്കരിക്കേണ്ടതാണെന്ന് പറയില്ല, ആധുനീകരിക്കേണ്ടതാണെന്നാണ് പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, താങ്ക് യു.